89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM-ൽ റേഡിയോ ഗാരേജിന്റെ സമയോടെ തുടങ്ങുവാണ്. രണ്ടുപേർ ചേർന്ന് ഗാരേജിന്റെ ഷട്ടർ ഉയർത്തുന്നു. ഒരാളുടെ പേര് കെവിൻ എന്നാണ്, ഒരാളുടെ പേര് RJ ബിനു. ഓക്കെ. എന്നാണെങ്കിൽ ഇന്നത്തെ ഗാരേജിന് ഒരു പ്രത്യേകതയുണ്ട്. ഒത്തിരി പേർ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു ഇഷ്ട മോഡൽ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അതെ, അത് ഏത് വണ്ടിയാണ് എന്നിപ്പോ പലരും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. വണ്ടിയെ പറ്റിയുള്ള വാർത്തകളൊക്കെ പലയിടങ്ങളിൽ നിന്ന് വന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ ഇതെന്താണാവോ ഇവർ ഈ വണ്ടി കൊണ്ടുവരാത്തത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം കൊണ്ടുവരേണ്ടത് ഇവരല്ലേ? ഇത്തരം ചിന്തകളും പലയിടങ്ങളിൽ പല തരത്തിൽ നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും താമസിയാതെ, അല്ലെങ്കിൽ റേഡിയോകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾ തന്നെയാണ് ഇവനെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങൾ മാത്രമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങൾ മാത്രമാണ്. അതെ, വാഹനം ഇറങ്ങിയ നാൾ മുതൽ, ആദ്യ മോഡൽ വന്നപ്പോൾ മുതൽ ഒരു തരത്തിലും ഡിസൈൻ സൈഡിലൊന്നും ആർക്കും കുറ്റം പറയാനില്ലാത്ത, ഒത്തിരി പേർ വാങ്ങി ഒരുപാട് യൂണിറ്റ് വിറ്റഴിഞ്ഞ വാഹനമാണ്. ഒരു കുഴപ്പമുണ്ടായതിന്റെ പേരിൽ രൂപം മാറ്റിയതല്ല, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നന്നായി ഓടിയതിന്റെ പേരിൽ എന്നാൽ ഇനി കുറച്ചുകൂടി നന്നാക്കാലോ എന്ന് വിചാരിച്ച് രൂപം മാറ്റിയതാണ്. അതെ. ഓക്കെ. അപ്പോ പ്രത്യേകതകളെല്ലാം നിറഞ്ഞ ആ വാഹനത്തിന്റെ കമ്പനിയുടെ പേര് മാരുതി എന്നാണെങ്കിൽ വാഹനത്തിന്റെ പേര് ഏതാണെന്ന് പറയാൻ ഒരു 2 സെക്കൻഡ് ഒക്കെ കൊടുക്കാം. ഓക്കെ, 2 സെക്കൻഡേ ഉള്ളൂ. അതെ, 2 സെക്കൻഡേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ മോഡലിന്റെ പേര് മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഇനിയും മനസ്സിൽ വരാത്തവർക്ക് വേണ്ടി ഞങ്ങൾ തന്നെ പറയുന്നു. പുറത്തിറങ്ങുന്ന വാഹനം, ഇറങ്ങിയ വാഹനം, പ്രത്യേകതകൾ നിറഞ്ഞ വാഹനം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാരുതിയുടെ ഒരു ഇഷ്ടപ്രിയ വാഹനം. അതിന്റെ പേര് ബ്രസ. പ്രത്യേകതകളോടുകൂടി 2026-ൽ പുതിയ മോഡൽ വന്നതിന്റെ സന്തോഷത്തിലാണ്. എന്താണ് പ്രത്യേകത, എന്തൊക്കെയാണ് പ്രത്യേകത, ബ്രസ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് ഇത് ഈ ഒരു എമൗണ്ടിൽ ബ്രസ വേർത്താണോ എന്നുള്ളതൊക്കെയാണ് ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. റേഡിയോയിൽ പാട്ട് വരാൻ തുടങ്ങുമ്പോൾ ബ്രസ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുവാണ്. ഷട്ടറിന്റെ ഉള്ളിൽ ബ്രസ മെല്ലെ പുറത്തേക്ക് ഇറക്കുവാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിലെ നമ്മള് ബ്രസ പുതിയതായിട്ട് വന്നു, ഒത്തിരി പ്രത്യേകതകളുണ്ട് ബ്രസയ്ക്ക്, വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ പലതുണ്ട് എന്നൊക്കെ പലയിടങ്ങളിൽ നിന്ന് കേട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ എന്താണ് ബ്രസ, എന്തൊക്കെയാണ് ബ്രസ എന്ന് അറിയിച്ചുകൊണ്ട് കെവിൻ കൂടെയുണ്ട്. കെവിന്റെ കൂടെ ഞാൻ എന്ന് പറഞ്ഞാൽ വിനുവുണ്ട്. എന്താണ് കെവിൻ, ബ്രസ ഇപ്പോ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ബ്രസയാണ് ഇപ്പൊ എല്ലായിടത്തും ചർച്ച. നേരത്തെയും ബ്രസ വന്നപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് ബ്രസ ഓടിച്ചു തുടങ്ങിയപ്പോൾ ചർച്ച പെരുകി, ചർച്ച കൂടി, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ബ്രസ വീണ്ടും വന്നിരിക്കുകയാണ്. ഓക്കെ, ബ്രസ വീണ്ടും വരുമ്പോൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുള്ളത്, ടർബോ പെട്രോൾ എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതെ, ഇത്രയും കാലം ബ്രസയ്ക്ക് എന്തെങ്കിലും ഒരു കുറ്റം പറയണമെങ്കിൽ പറയണ്ടേ എന്ന് വിചാരിച്ച് ഭയങ്കര പവറൊന്നും ഇല്ലല്ലോ, പവറുണ്ട് എന്നാലും വമ്പൻ പവർ ഇല്ലല്ലോ എന്ന് പറഞ്ഞു നടന്നവരോട് ഈ വമ്പൻ പവറുള്ള ബ്രസ കൂടി ബ്രസ കുടുംബത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. അത് മാത്രമല്ല 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ടാക്സ് ബെനിഫിറ്റ് കാരണം വണ്ടിയുടെ വില കുറയുന്നു. അതെ, നന്നായിട്ട് കുറയുന്നു. ബ്രസ നോർമലി മറ്റു കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ വില മറ്റുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ അത് നേരെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നതോടുകൂടി ടാക്സ് ബെനിഫിറ്റ് കൂടി കിട്ടി. ബ്രസ അത്യാവശ്യം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് കാര്യങ്ങൾ എത്തുവാണ്. വലിപ്പമുള്ള ബ്രസ, പവറുള്ള ബ്രസ, എല്ലാവരുടെ വീട്ടിൽ ബ്രസ. അതെ, ഇതിപ്പോ 7,40,000 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഞെട്ടിക്കുന്ന കണക്കുകളാണല്ലോ മുതലാളി എന്ന് പറയുന്നത് പോലെയാണ്. 7,40,000 രൂപയ്ക്ക് ബ്രസ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ കിട്ടൂല, ഷോറൂമിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പവർഫുൾ ബ്രസ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോ അതിന്റെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് വീടുകളിൽ ഒരുപാട് പേർ ബ്രസ ഒന്ന് പുതിയ മോഡൽ വന്നിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിരുന്നവരുണ്ട്. ആ വിചാരവുമായിട്ടിരിക്കുന്നവർ ഇന്ന് പാട്ട് പോലും വിടാതെ, ഒരു തരത്തിലുള്ള ഒരു കാര്യം പോലും വിടാതെ 2 മണിക്കൂർ റേഡിയോയുടെ അടുത്ത് തന്നെ കാണും. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജില് ഇന്ന് പറയാനുള്ളത് മുഴുവൻ ബ്രസയെ പറ്റിയാണ്. ഒരുപാട് പ്രത്യേകതകളുമായിട്ട് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന പരുവത്തിൽ ബ്രസ വീണ്ടും വന്നതിന്റെ സന്തോഷം തന്നെയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ടർബോ പെട്രോൾ എഞ്ചിനിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. കാരണം പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രസയെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രസയെ നമുക്ക് കാണാൻ പറ്റും. ഇതല്ലാതെ വേറെ ഏതൊക്കെ ബ്രസയാണ് ഈ കൂട്ടത്തിൽ ഈ വരിയിൽ പുറകിലായിട്ട് നിൽക്കുന്നത്?
വേറെ ഏത് ബ്രസ എന്ന് പറയുമ്പോൾ 1 ലിറ്റർ ബ്രസ ഉണ്ട്, ഓക്കെ 1.5 ലിറ്റർ ബ്രസ ഉണ്ട്, ഓക്കെ അതിൽ മാനുവൽ ബ്രസ ഉണ്ട്, ഓട്ടോമാറ്റിക് ബ്രസ ഉണ്ട്, അതിൽ CNG ബ്രസ ഉണ്ട്. അയ്യോ CNG ഓക്കെ. അപ്പോൾ CNG ഓൾറെഡി ബ്രസയിലുള്ള ഒരു മോഡലായിരുന്നു, ഓക്കെ ഒരു ഫ്യൂവൽ ഓപ്ഷൻ ആണ്. മോഡൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്യൂവൽ ഓപ്ഷൻ ആണ്. ഓക്കെ വിക്ടോറിയസ് എന്നുള്ളൊരു വാഹനം ലോഞ്ച് ചെയ്തിരുന്നു മാരുതി. അപ്പൊ ആ വിക്ടോറിയസ് ലോഞ്ച് ചെയ്ത സമയത്ത് ബൂട്ട് ഡോറിന്റെ അടിയിലായിട്ട് ടാങ്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അണ്ടർ ബോഡി CNG ടാങ്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ബൂട്ട് സ്പേസിന് ഒരു തരത്തിലും കോട്ടം വരാത്ത രീതിയിൽ സാധാരണ നോർമലി ഇതുപോലെ CNG വാഹനങ്ങൾക്ക് പൊതുവെ പറയാറുള്ള ഒരു ചീത്തപ്പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാങ്ക് വെച്ചതോടുകൂടി നമ്മുടെ സ്പേസ് പോയതായിരുന്നു. അതെ. അപ്പൊ ആ ഒരു പരാതികൾ പരിഹരിച്ചാണ് അണ്ടർ ബോഡി അതായത് ബോഡിക്ക് താഴെ ടാങ്ക് ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുതിയ സംവിധാനം. അതെ, അതാണ് ബ്രസയിൽ വരുന്നത്. ബ്രസയിൽ വന്നിട്ടുണ്ട്. ഓ, അതൊരു സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ 1 ലിറ്റർ ടർബോ പെട്രോൾ വന്നപ്പോഴുള്ള ആ ഒരു വിലക്കുറവും പവറിന്റെ ഒരു ബലവും ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ CNG വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വാഹനത്തിന് മൈലേജും കൂടുതലാണ്, ബൂട്ട് സ്പേസും കുറയുന്നുമില്ല. ഓക്കെ, മൈലേജ് കൂടുന്നു, CNG വന്നു എന്നതിന്റെ പേരിൽ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ CNG ടാങ്ക് ഒരു സൈഡിൽ ഇരുന്നോളൂ. അങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ബ്രസയിൽ ഇപ്പോ ആദ്യ നാളുകളിൽ ഇറങ്ങിയ ബ്രസയിൽ അല്ലെങ്കിൽ തൊട്ടു മുന്നത്തെ മോഡലുകളിൽ പൊതുവെ എല്ലാവരും പറഞ്ഞിരുന്ന, കുറ്റം പറയാൻ വേണ്ടി പറയണമെങ്കിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും മൈലേജ് ആയിരുന്നു. മൈലേജ് അല്പം കൂടി കിട്ടിയിരുന്നെങ്കിൽ, മൈലേജ് വലിയ തീരെ കുറവൊന്നുമല്ല, ആ ഒരു കാര്യത്തിനും ചെറിയ തോതിൽ പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതെ, മൈലേജിനെ പറ്റി പറയുമ്പോൾ 20 കിലോമീറ്ററിന് മുകളിലാണ് ടർബോ പെട്രോൾ എഞ്ചിന്റെ മൈലേജ് പോലും. ടർബോ പെട്രോൾ എഞ്ചിന് 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രസ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോഡിലൂടെ ഓടിച്ചപ്പോൾ ഒരാൾക്ക് മാത്രം കിട്ടിയ മൈലേജ് അല്ല, നമ്മൾ ഓടിച്ചാലും കിട്ടാൻ പോകുന്ന മൈലേജ് ആണ്. അപ്പൊ അങ്ങനെ സന്തോഷകരമായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. റേഡിയോയിൽ പാട്ടുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജ് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ബ്രസയെ പറ്റിയുള്ള ചർച്ചയാണ്. പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ബ്രസ എന്തൊക്കെ പ്രത്യേകതകൾ ബ്രസയ്ക്കകത്തുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെവിനും വിനും ഉണ്ട് കൂടെ. കെവിൻ, അതായത് നമ്മൾ പുതുതായിട്ട് വന്നിട്ടുള്ള ബ്രസയിൽ പഴയതിൽ ഇല്ലാത്തത് പുതിയതിൽ എന്തുണ്ട് എന്നിങ്ങനെ ആലോചിച്ച് അന്വേഷിച്ച് പോകുന്ന വഴിയിൽ സാധാരണ നമ്മളുടെ നിരത്തിൽ ഓടുന്ന പൊതുവേ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു 80% വാഹനങ്ങളും 5 സ്പീഡാണല്ലോ. അതെ. പക്ഷെ ചില വണ്ടികൾ 6 സ്പീഡായിട്ട് ഇറങ്ങി. പക്ഷെ 6 സ്പീഡ് നമ്മുടെ നിരത്തുകളിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത് വേറൊരു ചിന്തയാണ്. അതെ. പുതിയ ബ്രസയിൽ ഇതുപോലെ ഒരു വേരിയന്റിൽ 6 സ്പീഡ് ഉണ്ട് എന്ന് കേൾക്കുന്നു. ഒരു വേരിയന്റിൽ മാത്രമല്ല, എല്ലാ മോഡൽസിലും CNG ഉൾപ്പെടെ 1.5 ലിറ്ററിലും ടർബോയിലും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ ശരിയാണ്, ഒരു ഗിയർ കൂടിയല്ലോ എന്നത് ഓർക്കുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ എറണാകുളംകാരനാണെന്ന് അറിയാലോ. നമ്മളിപ്പോ ഈ 6 ഗിയർ വിട്ട് എറണാകുളത്തിന്റെ സിറ്റിക്കകത്ത് എവിടെയാണ് ഇത് ഓടിക്കാൻ പറ്റുന്നത്? ഈ ഒരു വാഹനത്തിൽ 6 ഗിയർ ഇട്ട് ഓടിക്കാൻ പറ്റും. കുഴപ്പമില്ല. എഞ്ചിൻ ഇടിക്കൽ പോലത്തെ സംഭവങ്ങളൊന്നും തന്നെ വരില്ല. ഒന്നുമില്ല. ഞാൻ മുംബൈ ട്രാഫിക്കിൽ 4-5 ഗിയർ വരെ പോയി. എന്നാ കുഴപ്പമില്ല. മുംബൈയിൽ പോവാമെങ്കിൽ കൊച്ചിയിൽ പോവാം. അതെ. അപ്പൊ കോട്ടയത്ത് ഉറപ്പായിട്ടും പോവാം. ഞാനിങ്ങനെ 6 ഗിയറുമായിട്ട് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ഇത് നമ്മളൊരു 60, 70, 80 പോകുമ്പോഴാണല്ലോ 6ാമത്തെ ഗിയറിലേക്ക് ഒന്ന് എത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുള്ളൂ. വാഹനം ഒന്ന് റെഡി ആവുള്ളൂ. അതെ, റെഡി ആവുള്ളൂ. അപ്പൊ അങ്ങനെ വേണ്ട, വാഹനം ഏത് സമയത്ത് റെഡിയാണെന്നാണ് പറയുന്നത്. അതാണ് ഈ ഒരു എഞ്ചിന്റെയും ഗിയർ ബോക്സിന്റെ ഏറ്റവും വലിയ ഗുണം. ഓക്കെ. ഒരു 4, 5, 4th, 5th ഗിയറിലൊക്കെ ഞാൻ 30-ൽ താഴെയാണ് സ്പീഡ്. മുംബൈയിലെ ട്രാഫിക്കിലൂടെ അറിയാമല്ലോ, മുംബൈയിലെ ട്രാഫിക് അറിയാം, ഒരുപാട് അറിയാം. അപ്പോൾ ആ ട്രാഫിക്കിൽ ആ സ്പീഡിൽ എനിക്ക് പോകാൻ പറ്റി. നോക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ശരി, വണ്ടി പ്രശ്നങ്ങളൊന്നും ഉണ്ടായി, ഒരു പ്രശ്നമില്ല. അതായിരിക്കും അതിന്റെ പ്രത്യേകത. അതെ, അത് മാത്രമല്ല മൈലേജ് കുറച്ച് കൂടുതലാണ്. 6 സ്പീഡ് ഗിയർ വരുമ്പോൾ ഒരു ഗിയറുടെ കൂടുതലാണല്ലോ. അപ്പോൾ മൈലേജ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 20-ന് മുകളിൽ എല്ലാ മോഡൽസിലും, ടർബോയിലും നോൺ ടർബോയിലും CNG-യിലും. CNG ഓൾറെഡി 25-ന് മുകളിൽ മൈലേജ് ഉണ്ട്. മറ്റുള്ള 2 എഞ്ചിൻ ഓപ്ഷനുകളിൽ മൈലേജ് കൂടുതൽ പറയാൻ കാര്യം. ഞാനപ്പോ എന്തായാലും കോട്ടയത്ത് നിന്ന് ഒരാൾ വണ്ടി എടുക്കുവാണെങ്കിൽ ആദ്യമായിട്ട് ഓടിച്ചു പോകേണ്ട ഒരു റൂട്ടും കൂടി ഞാൻ പറഞ്ഞു കൊടുക്കാം. നേരെ നമ്മൾ കോട്ടയത്ത് നിന്ന് കുട്ടിക്കാനം വഴി കുമളിക്ക് പോയിട്ട് കുമളിയിൽ നിന്ന് കമ്പ് ഇറങ്ങി, അതായത് തേനി റൂട്ട് പിടിച്ചിട്ടൊന്ന് കോയമ്പത്തൂർ പിടിക്കണം. സ്ട്രൈറ്റ് റോഡിലൂടെ 6 ഗിയർ വിട്ട് സന്തോഷത്തിൽ ഓടിക്കുക. വണ്ടി തരാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടിയതിന്റെ ഒരു സന്തോഷം കൂടി കൂടുതൽ കിട്ടും. റേഡിയോയിൽ ഇപ്പൊ പാട്ടാണ് വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജില് നമ്മൾ ബ്രസയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെവിൻ, ഇപ്പോ ബ്രസയുടെ പടങ്ങൾ നമ്മൾ പലയിടങ്ങളിലും കണ്ടു കഴിഞ്ഞു, പലയിടങ്ങളിലും ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ പഴയ ബ്രസയിൽ നിന്ന് ഡിസൈനിലെങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസം, പുറമേ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയിൽ അങ്ങനെ വലിയ വ്യത്യാസം തോന്നുന്നില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ വണ്ടിക്കകത്ത്? കാഴ്ചയിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പുതിയൊരു ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് ഫ്രണ്ടില്. അതും വിക്ടോറിയസിൽ നിന്നും കടമെടുത്തിട്ടുള്ള ഒരു
ശരി ഇവിടെ ഉണ്ടാക്കിയപ്പോ ഒരെണ്ണം ഞങ്ങൾക്ക് കൂടി തരാൻ ചോദിച്ചു, അവരത് കൊടുത്തു. ഫ്രണ്ടിൽ ഒരു പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വന്നിട്ടുണ്ട്. സെൻസറൊക്കെ വണ്ടിക്കകത്ത് വന്നു കഴിഞ്ഞാൽ അത് പുറമേ നോക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതും ആ ഒരു വിക്ടോറിയസിന് ശേഷമാണ് മാരുതിയിൽ ഇത്രയധികം മാറ്റങ്ങൾ കാണുന്നത്. വിക്ടോറിയസിലെ ഒരു സെൻസറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്ട് വാഹനത്തിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ, അതിപ്പോ റോഡിൽ നിൽക്കുന്ന ഒരു പുല്ലാണെങ്കിൽ പോലും അതോ വാഹനത്തിന്റെ അടുത്തേക്കോ നമ്മൾ അതിന്റെ അടുത്തേക്കോ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് ക്യാമറ ഓൺ ആവും. നമ്മൾ മാനുവലി ക്യാമറ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സിസ്റ്റം ഇതിൽ വന്നിട്ടുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വാണിംഗ് വരുന്നുണ്ട്. പിന്നെ പാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോഴുള്ള വാണിംഗ്, ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ സേഫ് എക്സിറ്റ് വാണിംഗ്, ഇങ്ങനെയുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഉള്ളില് പുതിയ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. സീറ്റുകൾക്ക് വെന്റിലേഷൻ സീറ്റുകൾ വരുന്നുണ്ട്. വെന്റിലേഷൻ സീറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ബ്രസയിൽ ആദ്യമായിട്ടാണ്. അതെ. അപ്പൊ ഇതൊക്കെയാണ് മാറ്റങ്ങൾ. സ്റ്റിയറിംഗ് പഴയ സ്റ്റിയറിംഗ് ആണ്, വിക്ടോറിയസിൽ കണ്ടിട്ടുള്ള സ്റ്റിയറിംഗ് അല്ല. കാര്യം വിക്ടോറിയസിൽ നിന്നും കടമെടുത്ത പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാം കൊടുത്തുവിട്ടില്ല. സ്റ്റിയറിംഗ് തരുമെന്ന് ചോദിച്ചപ്പോൾ വിക്ടോറിയസ് പറഞ്ഞു അത് ഞാൻ തരില്ലെന്ന് പറഞ്ഞു. അത് മിക്കവാറും അടുത്തൊരു ജനറേഷൻ വരാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 വർഷമായി ഇപ്പോഴത്തെ ഫേസിലുള്ള ആ ഒരു ബ്രസ ഓടുന്നു. അപ്പൊ അതിനൊരു ഫേസ് ലിഫ്റ്റ് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത ജനറേഷനിലായിരിക്കും ഈ പറയുന്ന എയ്ഡാസ്, ഈ പറയുന്ന പുതിയ സ്റ്റിയറിംഗ് വീല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വണ്ടി ഇറക്കണമല്ലോ. അതിനകത്ത് ടർബോ പെട്രോളില് ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിലവിലില്ല. ഓക്കെ, ടർബോ പെട്രോളും നമുക്ക് 6 ഗിയർ ഇട്ട് ഓടിക്കാം, നോർമൽ വണ്ടിയും 6 ഗിയർ ഇട്ട് ഓടിക്കാം. എന്താണെങ്കിലും ടർബോ പെട്രോൾ ഇറക്കിയല്ലോ, അതിനകത്ത് ഒരു ഓട്ടോമാറ്റിക് കൂടി ഒരു വേഷം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാകില്ലായിരുന്നു? കുറെ പേര് കൂടി വണ്ടി വാങ്ങിക്കില്ലായിരുന്നോ? ഓട്ടോമാറ്റിക് കൊണ്ടുവരാമായിരുന്നു. ഞാനത് ചോദിച്ചു, ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് അത് ഞങ്ങൾക്ക് എക്കോണമിക്കലി വയബിൾ ആകില്ല എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് അവർക്ക് കുഴപ്പമില്ല, നല്ല വില വരും, നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ബിക്കോസ് ഫ്രോങ്സിൽ ഈ ഒരു സെയിം ഓട്ടോമാറ്റിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രോങ്സിന് ഓട്ടോമാറ്റിക് വരുമ്പോൾ തന്നെ 14 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ബ്രസയ്ക്ക് ഈ ഒരു ടർബോ പെട്രോളിൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഒരു 15-ന് മുകളിൽ എന്തായാലും പോകും. അത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ മറ്റ് വാഹനങ്ങൾ, മാരുതിയുടെ ലൈനപ്പിൽ തന്നെ മറ്റ് വാഹനങ്ങൾ ഉണ്ട് അവിടെ. കുറച്ചുകൂടി ഒരു 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാര വാങ്ങിക്കാം. എന്തിനാണ് ബ്രസ വാങ്ങിക്കുന്നത് ആരും ചോദിക്കരുതല്ലോ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇപ്പൊ കൊടുക്കാത്തത്. മേ ബി നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത ജനറേഷൻ എന്തായാലും വരണമല്ലോ, അപ്പൊ ആ സമയത്തേക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി നിർത്തിയേക്കാണെന്നാണ് എന്റെ ഒരു കണക്കൂട്ടൽ. എല്ലാം കൊടുത്ത് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യാൻ വിഷയമില്ലാതെ വരുമല്ലോ. അതൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം ബോധപൂർവ്വമാണ് ആ ടർബോ പെട്രോളിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുക്കാതിരുന്നത്. റേഡിയോയിൽ ഇപ്പൊ പാട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജില് ബ്രസയെ പറ്റി തന്നെയുള്ള ചർച്ചയാണ് കേട്ടോ. കെവിനും വിനുവുണ്ട്. നമ്മള് ബ്രസയുടെ ഒരു അറ്റവും മൂലയും എല്ലാം ശക്തമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും നമ്മൾ കാണാതെ പോകരുതല്ലോ. വണ്ടിയുടെ ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞു, ബാക്ക് പഴയ വണ്ടിയുടെ ബാക്ക് പോലെ തന്നെയാണ്. അതെ, കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ടർബോ പെട്രോളിലേക്ക് വരുന്ന സമയത്ത് റെഡിന്റെ എലമെന്റ്, റെഡ് ഇൻസൈഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടില് ആ ഗ്രില്ലിന്റെ അവിടെ ഒരു വലിയ എലമെന്റ് ഉണ്ട്. ബമ്പറിന്റെ ഫ്രണ്ടിലെ സ്കിഡ് പ്ലേറ്റ്, ഫ്രണ്ട് ബമ്പറിന്റെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലെ വീൽ ആർച്ചിലുണ്ട്. ബാക്കിലെ ആ ഒരു ടർബോ എഴുതിയിരിക്കുന്ന ബാഡ്ജിങ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, നമ്മള് ഹ്യുണ്ടായിയുടെ നമ്മളൊരു എൻലൈൻ ബാഡ്ജിങ് പോലെ ആ ഒരു ലെവൽ പിടിക്കാൻ പാകത്തിനാണ്. അതെ, പക്ഷെ ഹ്യുണ്ടായുടെ എൻലൈൻ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ട്. അപ്പൊ ഇത് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഭംഗിയാക്കാമായിരുന്നു തോന്നി. ഒരു ഡിസൈനർ എനിക്ക് തോന്നുന്നു അവസാനമൊക്കെ ആവുമ്പോഴേ, നമ്മൾ ഈ പൂക്കള മത്സരം നടക്കുന്ന അവസാന മണിക്കൂറിന്റെ അവസാന മിനിറ്റുകൾ എത്തുമ്പോഴേ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തീർത്താൽ മതി എന്ന് പറഞ്ഞ അവസാനത്തെ ഒരു ഡെക്കറേഷൻ പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഡിസൈനർ തിരക്ക് പിടിച്ചിരുന്ന് ചെയ്തതാണ്. അപ്പോൾ അതായത് എനിക്കത് പറയുമ്പോഴേ നമ്മൾ ഓണാശംസകളൊന്നും മറ്റേ പുളിയില വെച്ചിട്ട് എഴുതുമല്ലോ, ഏറ്റവും അവസാനം അതുപോലെ കലക്കൻ പൂക്കളം വരച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ഓണാശംസ എഴുതാൻ വേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദാരിദ്ര്യം അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ അങ്ങനെ ഒരു ഡിസൈൻ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. വണ്ടിയുടെ ഡിസൈൻ അല്ല, ടർബോയിൽ ഡിസൈൻ മാത്രമല്ല ആ ഒരു റെഡിന്റെ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതും കുറച്ചുകൂടെ ഒരു രസമുള്ളതാക്കാമായിരുന്നു എന്ന് തോന്നി. ഓക്കെ. വണ്ടിയുടെ വലിപ്പവും ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അകത്ത് നോക്കിക്കഴിഞ്ഞാലാണ് കുറച്ചൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ പറയാനായിട്ടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല പാട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജില് ബ്രസയെ പറ്റി തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രസ വീടുകളിലേക്ക് എത്താനുള്ള നേരമായിട്ടില്ലെങ്കിലും ഷോറൂമുകളിലേക്ക് എത്തിക്കാണോ? എത്തിയിട്ടുണ്ട്. ഓക്കെ, ഷോറൂമുകളിലേക്ക് എത്തുന്ന സമയമാണ്. വണ്ടി പോയി നേരിട്ട് കാണാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോ
കെവിൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ എത്ര നാളായി? വണ്ടി ഒരാഴ്ച മുൻപ് മുംബൈ വെച്ചാണ് ഓടിച്ചത്. മുംബൈയിൽ ഓടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിലെ പറക്കാൻ പറ്റിയ റോഡുകളിലൂടെ ഓടിക്കാൻ പറ്റിയിട്ടില്ല. തിരക്ക് കൂടിയ റോഡിലൂടെ ബ്ലോക്കിൽപ്പെട്ട് ഓടിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ, പറക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ ആൾക്കാരെ സമ്മതിച്ചില്ല. മുൻപിലെ വണ്ടിയും അതിന്റെ മുൻപിലെ വണ്ടിയൊക്കെ സമ്മതിക്കണമല്ലോ, എന്നാലുള്ള നമുക്ക് പറക്കാൻ പറ്റുള്ളൂ. ഏത് വണ്ടിയാണ് ഓടിച്ചത്? 1 ലിറ്റർ ടർബോ തന്നെയായിരുന്നു. മാനുവൽ പറക്കാൻ പറ്റിയ വണ്ടി. അതെ, ഇഴഞ്ഞിഴഞ്ഞ് പോയതിന്റെ ഒരു സന്തോഷത്തിലാണ്. എന്താണ് വേറെ ഏതൊക്കെ വണ്ടികൾ അപ്പൊ ഉണ്ടായിരുന്നു? പിന്നെ എന്തൊക്കെയാണ് മൊത്തത്തിൽ ഉള്ള വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള കെവിൻ എടുക്കുകയാണെങ്കിൽ ഏത് വണ്ടി എടുക്കും? സത്യം പറഞ്ഞാൽ 1 ലിറ്റർ ടർബോ ഇഷ്ടപ്പെട്ടു. അതെ, ഓടിക്കാൻ രസമുണ്ട്. ശരി 110 bhp പവറും 170 Nm ടോർക്കും. ഓക്കെ, അതായത് ബ്രസയില് ലൈനപ്പിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഓക്കെ, ഓടിക്കാൻ നല്ല രസമുണ്ട്. നല്ല രസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫണ്ണുള്ള എഞ്ചിനാണ്, വണ്ടിയാണ്. അതായത് സെക്കൻഡ് ഗിയറിലത്തെ ഒക്കെ തന്നെ മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ്. അപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ CNGയുടെ വരവോടുകൂടി ബ്രസയിൽ കുറെ അധികം ടാക്സികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ബ്രസയിൽ ടാക്സികൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവാണ്. ടാക്സി സെഗ്മെന്റ് കൂടുതലും ഈ പറയുന്ന സെഡാൻ പോലത്തെ വാഹനങ്ങളാണ്. പക്ഷേ പ്രൈവറ്റ് ഓണേഴ്സിന്റെ കൺസ്ട്രക്ഷൻ കൂടിയിട്ടുണ്ട് CNG. ശരി. അതായത് വാഹനങ്ങൾ കൂടുതൽ മേടിക്കുന്ന CNG ബ്രസ ഓണേഴ്സ് എല്ലാം തന്നെ പ്രൈവറ്റ് ഓണേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അണ്ടർബോഡി CNGയുടെ ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ശരി. അതിലും 6 സ്പീഡ് മാനുവൽ വരുന്നുണ്ട്. സ്ഥലം ഒട്ടും കളയാത്ത രീതിയിലുള്ള CNG വെച്ച് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇനിയിപ്പോൾ ഈ ഒരു CNG തന്നെ മറ്റു മോഡൽസിൽ വരാം. ഇപ്പോൾ ഡിസയർ, ബലേനോ ഇങ്ങനെയുള്ള മോഡൽസ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഫേസ് ലിഫ്റ്റുകൾ ഇങ്ങനെ വരാനായിട്ടുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉടനെ എത്തും. അപ്പൊ അതിലൊക്കെ ഈ ഒരു മോഡൽ എല്ലാം പ്രതീക്ഷിക്കാം. ശരി. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രസയും സൂപ്പർ ഹിറ്റ് ആകും എന്നതിൽ ഒരു സംശയമില്ല. അതെ, ഒന്നാമത്തെ കാര്യം വില 10 ലക്ഷത്തിൽ താഴെയാണ്. ടർബോയ്ക്ക് 3 വേരിയന്റ് ആണുള്ളത്. ആ 3 വേരിയന്റിനും 10 ലക്ഷത്തിൽ താഴെയാണ് വില. ടോപ്പ് എൻഡ് വേരിയന്റിൽ ഒരു 11 ലക്ഷം ഓൺ റോഡിന് കിട്ടും. ബാക്കി 2 വേരിയന്റിന് 10 ലക്ഷത്തിന് താഴെ തന്നെ സ്വന്തമാക്കാൻ പറ്റും. 10 ലക്ഷത്തിൽ താഴെ 21 കിലോമീറ്റർ മൈലേജ്, ടർബോ പെട്രോൾ എഞ്ചിൻ, ഓടിക്കാൻ രസമുള്ള വാഹനം, റിലയബിലിറ്റി, സർവീസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോൾ കണ്ണും പൂട്ടി മേടിക്കാം. അത്യാവശ്യം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ബ്രസ, പവർഫുൾ ബ്രസ മാറിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. നമ്മളെ ബ്രസയെ പറ്റി പറഞ്ഞ് ഏറെക്കുറെ നമ്മുടെ സമയം, അതായത് റേഡിയോ ഗാരേജിന്റെ സമയം ഇവിടെ തീരുവോ. തീരുന്ന സമയത്തിലാണ് നമ്മൾ ആ ഒരു വില പ്രഖ്യാപനം നടത്താൻ വേണ്ടി പോകുന്നത്. പല വേരിയന്റുകൾ ഇറങ്ങി, പല വണ്ടികളുണ്ട്. ഈ വണ്ടികളൊക്കെ എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഷോറൂമിൽ ചെന്ന് കാണാൻ പറ്റും, എത്ര രൂപ കൊടുത്താൽ വീട്ടിലെത്തിക്കാൻ പറ്റും എന്നത് തന്നെയാണ് ഇനി ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കെവിൻ ഒരു അറ്റം മുതൽ ആ വില വിവര പട്ടിക ഒന്ന് പ്രഖ്യാപിച്ചേ. LXi ടർബോ പെട്രോളിനെ പറ്റി പറയാം. സോ LXi സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ 8.76 പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഈ 7.40 എന്ന് പറഞ്ഞ ഒരു പ്രൈസിലായിരുന്നു അവർ ലോഞ്ച് ചെയ്തത്. അതൊരു ഇൻട്രോഡക്ടറി ഓഫറാണ്. സോ അതിനുശേഷം ഇനിയിപ്പോൾ ഒരു 8 lakh അല്ലെങ്കിൽ ഒരു 8.5, നമ്മൾ പ്രതീക്ഷിക്കുന്നത് 8.7 lakh തൊട്ടാണ് പ്രൈസ് ഇനി വരാനായിട്ടുള്ള സാധ്യത. ഓണം ആയതുകൊണ്ട് അഡീഷണൽ ഡിസ്കൗണ്ട്സോ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഏകദേശം ഒരു 11 ലക്ഷം രൂപ വരെ പോകും. 11 ലക്ഷം രൂപ. അതെ, അതായത് ഈ 10 ലക്ഷം രൂപ താഴെ എന്ന് പറഞ്ഞത് ഇൻട്രോഡക്ടറി ഓഫറിന്റെ ഭാഗമായിട്ടുള്ള വിലയായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ കുറച്ച് ബുക്കിംഗ്സിന് ശേഷം വില കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിന്റെ പ്രൈസ് നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. 1.5 വരുവാണെങ്കിൽ 10 ലക്ഷത്തിൽ താഴെ 9,80,000 രൂപ മുതൽ പ്രൈസ് ആരംഭിച്ചിട്ട് ഏകദേശം 16 ലക്ഷം രൂപ വരെ പോവും. 1.5 ലിറ്റർ ടർബോ, നോൺ ടർബോ, ഓട്ടോമാറ്റിക്. അപ്പൊ അതാണ് ആ ഒരു മോഡൽസിന്റെ വില. ഇനിയിപ്പം CNGയിലേക്ക് വരാം. CNGയിലേക്ക് വരുമ്പോൾ 11 ലക്ഷം രൂപ മുതൽ 13 ലക്ഷം രൂപ വരെയാണ് വാഹനത്തിന്റെ വിവിധ വേരിയൻസിലെ വില. CNGയിലൊക്കെ നമുക്ക് 3 വേരിയൻസ് ലഭിക്കുന്നുള്ളൂ. 3 വേരിയൻസിന്റെ വില ഇത്രയാണ്, 11 മുതൽ 13 ലക്ഷം രൂപ വരെ. അപ്പോ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-16 ലക്ഷത്തിനുള്ളിൽ കിട്ടുന്ന പരുവത്തിലാണ് വണ്ടികൾ ഇരിക്കുന്നത്. അതെ, നിലവിൽ. അപ്പൊ ഇതിനകത്ത് ടർബോയിൽ ഓട്ടോമാറ്റിക്കൂടെ വരുമ്പോൾ വീണ്ടും പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അത് കൂടി വരുമ്പോഴത്തേക്ക് ഗ്രാൻഡ് വിറ്റാരയും ബ്രസയും തമ്മിൽ ചിലപ്പോ വലിയ കലാപമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ തമ്മിൽ അടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരില്ല. മൊത്തത്തിലപ്പോ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ബ്രസ മാറിയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ ബ്രസയിൽ കെവിൻ കണ്ട ഒരു പ്രശ്നവും അല്ലെങ്കിൽ പരാതി എന്തായിരുന്നു? ഇതിന് മുന്നത്തെ ബ്രസയിൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിരുന്നു തോന്നി ഫീച്ചേഴ്സിൽ. ശരി, ഇന്റീരിയർ വൈസ് ഫീച്ചേഴ്സ് അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നത്തെ ബ്രസ കാണാൻ നല്ല ഭംഗിയായിരുന്നു, വണ്ടി കാണാൻ ലുക്കായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുന്നേ നമ്മൾ ChatGPTയിൽ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്, 2025 2024 ബ്രസ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ChatGPT ഒരു ഇമേജ് തരും. ആ ഒരു ഇമേജിനോട് ഏകദേശം 95%
മാച്ച് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോ. ആരെയും നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. അതായത് മാരുതി ചാറ്റ് GPT സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആരെയും അങ്ങനെ വെറുതെ കാണാൻ പറ്റൂല. ഏറെക്കുറെ അങ്ങനെയാണ്. അപ്പോ ബ്രസ ഇനി പുതിയ വണ്ടി, പുതിയ ബ്രസ വീടുകളിലേക്ക് എത്താൻ അധികം താമസമൊന്നുമില്ല. പലരും വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മാരുതിയുടെ ജനപ്രിയ വാഹനങ്ങളിൽ ഒന്നാണ്. അത്യാവശ്യം അല്ലെ, ആഡംബരത്തിന് ആഡംബരം, ഒരു ആഢ്യത്വത്തിന് ആഢ്യത്വം, വിലക്കുറവിന് വിലക്കുറവ്, പവറിന് പവർ, മൈലേജിന് മൈലേജും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അതെല്ലാം തരുന്ന ബ്രസ അവതരിപ്പിച്ചതിന്റെ സന്തോഷത്തിൽ നമ്മൾ വലിയ ഷട്ടർ ഇടുന്നുണ്ടോ. രണ്ടുപേരുണ്ടായിരുന്നു ഇത്രയും നേരം, വിനുവും കെവിനും ആയിരുന്നു. വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് വളരെയധികം ഉത്തരവാദിത്വത്തോടും സുരക്ഷയോടും കൂടി വാഹനങ്ങൾ ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമറ്റും 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്വത്തോടും സുരക്ഷയോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.